ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ദൈവമേ, കുറേ ദിവസമായിട്ടുണ്ട് നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഡൗൺ ആയിട്ട് നടക്കുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്നാണ് ഞാൻ ഈ ഒരു ലോങ് വീഡിയോയിൽ പറയണത്. തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. എനിക്ക് ഒരു 2 വർഷം മുന്നേ സുക്രുവിനെ പ്രസവിച്ച് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ, 2 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ സുക്രുവിനെ ഇപ്പോൾ ഒരു 3 വയസ്സ് 2.5 വയസ്സൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാനൊരു ദിവസം ഉച്ചയ്ക്ക് ബീഫ് കഴിച്ചപ്പോൾ കഴിക്കുമ്പോൾ ഒന്നും എനിക്ക് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ ഹെൽത്ത് ഇഷ്യൂസും അങ്ങനെ ജസ്റ്റ് വല്ലപ്പോഴും ഇങ്ങനെ പനി വരാമെന്നല്ലാണ്ട്, പിന്നെ പ്രഷർ കുറവാണ്, അതല്ലാണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ കുറേ സ്കാനൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കല്യാണത്തിന് മുന്നേ ഭയങ്കര വണ്ണം കുറവായിരുന്നു, വളരെ സ്കൾട്ടായിരുന്നു ഞാൻ. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താണോ എനിക്ക് വല്ലതും തൈറോയിഡിൻ്റെ ചില തൈറോയിഡുകൾ വണ്ണം വയ്ക്കുന്നുണ്ടാവും, വണ്ണം കുറയുന്നുണ്ടാകും. അപ്പോൾ ഇനി തൈറോയിഡിൻ്റെ പ്രശ്നമാണോ എന്നൊക്കെ പറഞ്ഞ് ഞാനും സുചേട്ടനും പ്രണയത്തിലായിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് സുചേട്ടൻ എപ്പോഴും പറയും, നീ ഒത്തിരി കൂടെ വണ്ണം വെക്ക് ദൃശ്യം, ഇത്തിരി വണ്ണം വെക്ക് ദൃശ്യം എന്ന് എപ്പോഴും പറയും. അപ്പോൾ എനിക്കത് മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമായിരുന്നു. ഞാനിങ്ങനെ സ്കൾട്ട് പോലെ കോല് പോലെ ഇരിക്കുന്നു, ഡ്രസ്സുകളൊന്നും ഇട്ടാൽ ഭംഗിയില്ല. ഒരു ദിവസം എൻ്റെ അച്ഛൻ തന്നെ പറഞ്ഞു എന്നോട്, നീ എന്തൊരു എല്ലിച്ചാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാ. പക്ഷെ ഞാനിപ്പോൾ അത് ആലോചിക്കണം, ആ എല്ലിലോട്ടൊന്ന് തിരിച്ചു പോയിരുന്നെങ്കിൽ സത്യമായിട്ട് വണ്ണം വെച്ച് കഴിച്ച്. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ 48-47 കിലോ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ 63 കിലോ ഉണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തോരം വണ്ണം വെച്ചിട്ടുണ്ടെന്ന്. എനിക്ക് ഇത്രയും വണ്ണം വേണ്ട കൈസ്. പലരും പറയണേ, ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, പലരും പറയുന്നുണ്ട് എന്തുട്ടാണ് ഈ വണ്ണമാണ് കറക്റ്റ് എന്ന്. പക്ഷെ എനിക്ക് ഈ ഒരു വണ്ണം ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. എൻ്റെ ഒരൊറ്റ ജീൻസ് എനിക്ക് പാകാവുന്നില്ല. വയറ് വെച്ചു. 2 ഡെലിവറി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ക്ഷീണിച്ചതാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് ഇത്ര വണ്ണം വെക്കുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എൻ്റെ അമ്മയ്ക്ക് നല്ല വണ്ണമുള്ളതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് ഞാൻ വണ്ണം വെക്കുമെന്ന്. വണ്ണം വെക്കുന്നത് കുറ്റമൊന്നുമല്ല, എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമില്ല വണ്ണം വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ടോപ്പിക്കിൽ നിന്ന് മാറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വയറ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഞാൻ അധികം ഭക്ഷണമൊന്നും കഴിക്കില്ലായിരുന്നു. അപ്പോൾ ഈ ഭക്ഷണം കഴിച്ചിട്ട് ഇത് പിടിക്കാത്തതാണ്. അങ്ങനെ ഞാൻ ഡോക്ടറെ കൊണ്ട് എഴുതിച്ച് വയറൊക്കെ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ നോർമലായിരുന്നു കേട്ടോ, ഒരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു ദിവസം കല്യാണം കഴിഞ്ഞതിന് ശേഷം ബീഫ് കഴിച്ചു. ഉച്ചയ്ക്ക് ബീഫ് കഴിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വൈകുന്നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങണ ഒരു പരിപാടി ഉണ്ടായിരുന്നു മുന്നേ. ഇപ്പോൾ ഞാൻ തീരെ പകൽ ഉറങ്ങാറില്ല കേട്ടോ. അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞു. പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. വയറിൻ്റെ ഈ നമ്മുടെ ബ്രസ്റ്റിനും നമ്മുടെ ശരിക്കുള്ള ആ ഒരു വയറിൻ്റെ അതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ ആ ഒരു ആ ഒരു ഭാഗത്ത് ഭയങ്കര ഒരുമാതിരി വേദന എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, നമ്മുടെ കൈയും കാലും ഒക്കെ തളരണ രീതിയിൽ നമുക്ക് ഒന്നിനും പറ്റാത്തൊരു പീരീഡ്സിൻ്റെ വേദനയിലും ഭയങ്കര ഒരു വേദന അനുഭവപ്പെട്ടു. അപ്പോൾ അന്ന് ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തില്ല. എന്നാലും ഇങ്ങനെ ഞെരുങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുറഞ്ഞു. എന്നാലും വയറൊരു സുഖമില്ലാണ്ട് ഇങ്ങനെ ഞെരുങ്ങി വേദന എടുക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം അതേപോലെ തന്നെ എനിക്ക് വയറുവേദന വന്നപ്പോൾ നമ്മുടെ അടുത്തുള്ള, ഞാൻ എപ്പോഴും കാണിക്കാറുള്ള ജയചന്ദ്രൻ ഡോക്ടറെയാണ് പോയി കാണിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ബീഫ് അങ്ങനെ ഭയങ്കരമായിട്ട് കഴിക്കേണ്ട, ചിലർക്ക് ബീഫ് കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരും. പിന്നെ എരിവും പുളിയൊന്നും അധികം കഴിക്കരുത്. വല്ല കുടലിൽ തൊലി എന്തെങ്കിലും ഇങ്ങനെയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊലി പോയിട്ട് അങ്ങനെ നീറുന്നതാണ്, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ ഗുളിക കഴിച്ചപ്പോൾ സെറ്റായി, കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു തിയേറ്ററിൽ, ലക്ഷ്മി തിയേറ്ററിൽ, ഇപ്പോഴും ഓർമ്മയുണ്ട്, നല്ല പടമായിരുന്നു. ഏത് പടമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ആ പടത്തിന് പോയി കഴിഞ്ഞപ്പോൾ ഇൻ്റർവെൽ ആവണതിന് തൊട്ട് മുന്നേ തന്നെ എനിക്ക് ഈ വയറുവേദന വീണ്ടും വന്നു ഗൈസ്. പക്ഷെ ഞാൻ അതിന് മുന്നേ ഈ തിയേറ്ററിൽ പോണതിന് മുന്നേ ഞാൻ എന്തോ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പം തന്നെ അടുത്തുള്ള ഗൗരിശങ്കറിൽ പോയിട്ട്, രാത്രിയാണ് സെക്കൻഡ് ഷോക്കാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഗൗരിശങ്കറിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തു. അപ്പം അത് കുറച്ച് കുറഞ്ഞു. പിന്നെ ഒരു 2 വർഷമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കഴിഞ്ഞ വർഷം ഇതേപോലെ ഞാനും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും കൂടെ, പാറും ചിന്നുവിൻ്റെയും കൂടെ എവിടെയാണ് വൈബോളിൽ പോകാനായിട്ട് ഒരുങ്ങി പിടിച്ച്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് അതിൻ്റെ തലേ ദിവസം എനിക്ക് വേദന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പിറ്റേ ദിവസം വൈമാളി പോവല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മുൻകൂറായിട്ട് നമ്മുടെ ജയചന്ദ്രനെ കണ്ടിട്ട് മരുന്നൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോഴും ഞാൻ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. അങ്ങനെ അപ്പോഴേക്കും എനിക്ക് ആ ഒരു ദിവസം മരുന്ന് കഴിച്ചപ്പോൾ തന്നെ മാറി. അപ്പോൾ ഞങ്ങൾ 3 പേരും വൈമാളി പോയി കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചു. അവിടുന്ന് ഫുഡ് കഴിച്ചു. എന്നാലും ഞാൻ എൻ്റെ തോന്നിയാസം നിർത്തൂല, പുറത്തുനിന്ന് ഫുഡ് കഴിച്ചതാ ചിക്കൻ ലോലിപോപ്പ്, മാഞ്ഞാലി ബിരിയാണി, പിന്നെ തൊട്ടാണ് ഷവായ, സംഭവങ്ങളൊക്കെ നിരത്തി ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് ഗൈസ് ഈ വൈമാളിലും ലുലുങ്ങളിലൊക്കെ പോകുന്നത്. കുറേ വെറൈറ്റി ഫുഡുകൾ നമ്മൾ ആലോചിക്കും. പക്ഷേ ഒരു ബിരിയാണി എന്തായാലും നമ്മൾ വാങ്ങിക്കും. അങ്ങനെ തിന്ന് ഞാൻ
വയറ് നിറച്ചിന്ന് സത്യം പറയാമല്ലോ എനിക്ക് ഇതൊക്കെ കണ്ട കൺട്രോൾ പോകും. എനിക്ക് അങ്ങനെ എല്ലാവരും പറയണ പോലെ ഡയറ്റ് ഫോളോ ചെയ്യാൻ അങ്ങനെ ഒന്നും എനിക്ക് പറ്റില്ല. എനിക്ക് ഇതൊക്കെ കണ്ടാൽ കൺട്രോൾ പോകട്ടെ. ഞാൻ അതൊക്കെ മുഴുവൻ കഴിച്ചു. അതിനുശേഷം കൈ കഴുകണവർ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞങ്ങൾ സ്റ്റുഡിയോയിൽ കയറിയിട്ട് എനിക്കൊരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിയർക്കാണ് ഞാൻ. നല്ല AC ഇട്ടിരിക്കുകയാണ്, വിയർക്കാണ് ഞാൻ. എനിക്ക് തല കറങ്ങുന്നു, ഇതാകുന്നു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു പോവാട്ടാ എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു കണക്കിന് ബസ്സിൽ കയറി. ഞാൻ അവരെ മടി കിടക്കായിരുന്നു. ഒരു കണക്കിന് കൊടുങ്ങല്ലൂരെത്തി വീണ്ടും ഗൗരീശങ്കറിൽ കയറി എന്ത് ചെയ്തു, ട്രിപ്പിട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മാറി എന്ന് പറഞ്ഞാൽ ഒരു ഞെരുക്ക് എന്നാലും ഉണ്ട്. ആ ഒരു ഞെരുക്കാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. നമുക്ക് ആകെ മടുത്തു പോകും നമ്മുടെ ജീവിതം. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അങ്ങനെ ഒരു വയറുവേദന വന്നിട്ടില്ല. അതിനുശേഷം ഞാൻ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വയറിൻ്റെ മുകളിൽ. അപ്പം തന്നെ ഈ ഡോക്ടർ എന്നോട് പറഞ്ഞു, ദൃശ ശ്രദ്ധിക്കണം, പുറത്തുനിന്നുള്ളൊരു ഭക്ഷണം കഴിക്കാൻ പാടില്ല, എരിവ് പുളി സംഭവങ്ങൾ, സാമ്പാർ പോലും കഴിക്കാൻ പറ്റില്ല. സാമ്പാറിലെ വാളംപുളി ഇട്ടിട്ടുണ്ടാവും, സാമ്പാർ പോലും കഴിക്കാൻ പറ്റില്ല, ഒന്നും കഴിക്കേണ്ട, കഴിച്ചില്ലെങ്കിൽ കുഴലിറക്കേണ്ടി വരും എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ മൈൻഡ് ചെയ്തില്ല. വേദനയൊക്കെ മാറിയല്ലോ. വേദനയൊക്കെ മാറി കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ തകൃതിയായിട്ട് എന്തിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. എന്നാൽ ഭയങ്കരമായിട്ടല്ല, എന്നാലും ഇടക്കുമ്പോഴൊക്കെ ഞാൻ പുറത്തുനിന്ന് കഴിക്കട്ടെ ഗൈസ്. അങ്ങനെ തോന്നിവാസമാണ്. എൻ്റെ കയ്യിലിരിപ്പോണ്ട് എനിക്ക് ഗതികേട് വന്നതെന്ന് തന്നെ പറയാം. നിങ്ങൾ സൂക്ഷിച്ചോട്ടെ. നിങ്ങൾ അമിതമായിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് അല്ലെങ്കിൽ എരിവും പുളിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ വല്ലതും തിന്നാൻ പറ്റണ്ട, ഒന്നും തിന്നാൻ പറ്റില്ല. അങ്ങനെ എന്ത് ചെയ്തു, വീണ്ടും ഇതേപോലെ ഞാൻ വീഡിയോയിൽ ചെയ്താന്ന് എനിക്ക് വയറുവേദന വന്നു. ഇവിടെ അടുത്തൊരു ക്ലിനിക്കിൽ പോയി കാണിച്ചു, മാറിയില്ല. ഈ പോണവരൊക്കെ എനിക്ക് ഗ്യാസിൻ്റെ ഗുളികയാണ്, ഗ്യാസിൻ്റെ ഒരു ഇത് വരും. അതിനാണ് ഒടുക്കത്തെ വിലയാണ്, 300 ചില്ലാറ്റ് വീണ അതിൻ്റെ വില. വേണ്ടാന്ന് വിചാരിക്കാം, എന്നാലും വാങ്ങിക്കുക. ദൂരം കാശ് ഇതിന് വേണ്ടിയിട്ട് തന്നെ ചിലവാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. അങ്ങനെ എൻ്റെ അമ്മയും അച്ഛനും അതേപോലെ തന്നെ സുധിച്ചേട്ടനും പറയുന്നത്, മരുന്ന് മേടിക്കുള്ള ഒരു ഡോസ് കഴിച്ച് കഴിഞ്ഞാൽ മാറിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കില്ല. സത്യമാണ്. എനിക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു കൺസിസ്റ്റൻസി ഇല്ല എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെൻ്റെ വലിയൊരു പോരായ്മയാണ്. അത് മാറ്റിയാൽ തന്നെ ഞാൻ രക്ഷപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. എനിക്ക് ഒരു കൺസിസ്റ്റൻസി ഇല്ല. എൻ്റെ ആ ഒരു സമയത്ത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ഒരു ഇതില്ല. അതാണ് കേട്ടോ. ചിലർക്ക് ചില പോരായ്മകൾ ഉണ്ടാവില്ല. എൻ്റെ മെയിൻ പോരായ്മ അതാണ്, എനിക്കൊരു സ്ഥിരതയില്ല. അങ്ങനെ എന്ത് ചെയ്തു, അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും എന്തൊക്കെയോ കാണിച്ച് ജയചന്ദ്രൻ്റെ അടുത്ത് കുറേ പോയിട്ടുണ്ട്. ആൾ വീണ്ടും എന്നെ കൊണ്ട് സ്കാനൊക്കെ ചെയ്യിപ്പിച്ചു. സ്കാൻ ചെയ്യിച്ചിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്യണം അന്ന് എൻ്റെ വയറുവേദന മാറിയിട്ടാണ്. അപ്പം ഞാൻ ഈ സ്കാൻ ചെയ്ത ഡോക്ടറോട് ചോദിച്ചു വല്ല പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ആളില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജയചന്ദ്രൻ ഡോക്ടറെ കാണിച്ചില്ല. അതുകൊണ്ട് ഞാൻ കൊണ്ടേ കാണിച്ചില്ല. അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ വലിയ പ്രശ്നമില്ല. അങ്ങനെയാണ് വീണ്ടും ഇതേപോലെ തന്നെ എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് വയറുവേദന. അമ്മ ഇവിടെ നിൽക്കണ ദിവസം, ഇവിടെ ഈ വീട്ടിൽ വന്നിട്ട് അമ്മ ഇവിടെ നിൽക്കണ ദിവസം എനിക്ക് വയറുവേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല. അപ്പം എൻ്റെ ചിറ്റയ്ക്ക് ഇതേപോലെ വയറുവേദന എടുത്തിട്ട് നമ്മുടെ മെഡിക്കെയറിൽ ഇരിക്കുന്ന ഗാസ്ട്രോളജിസ്റ്റ് നമ്മുടെ കാർത്തിക ബിൽഡിങ്ങിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട് കൊടുങ്ങല്ലൂർ, ത്യാഗരാജ് എന്ന് പറഞ്ഞു. ആ ഡോക്ടറിൻ്റെ ദൈവമാണ് ഗൈസ്. അങ്ങനെ ആ ഡോക്ടറെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. ആ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു, ഈ പുറത്തുനിന്ന് കഴിച്ചിട്ട് പുറത്തുനിന്നൊരു മുട്ടക്കറി പോലും, പുറത്തുനിന്നുള്ളൊരു സംഭവം കടി. പിന്നെ എൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞാൻ സുക്രുവിനെ ഗർഭിണിയായ സമയത്ത് സുക്രുവിനെ ഗർഭിണിയായിട്ട് 9 മാസം പ്രസവിക്കുന്നതിൻ്റെ ഒരു 3-4 ദിവസം മുന്നേ വരെ ഞാൻ നമ്മുടെ കടയിൽ പോയിട്ടുണ്ട്. അപ്പോൾ വരണ വഴി ഭയങ്കര ക്രേവിങ്സ് ആണ് ഈ കടികൾ തിന്നാൻ. എനിക്കത് ഭയങ്കര ഒരു ഭ്രാന്തായിരുന്നു. ആ കടി കിട്ടിയില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുമല്ലോ. അങ്ങനെ ഒരു 10-12 കടി വരെ ഞാൻ തിന്നു. കുഞ്ഞിതാണ് മുട്ട ബജി, അതുപോലെ തന്നെ കായ ബജി. സവാള അവിടെ എനിക്കിഷ്ടമല്ല. ബോണ്ട, കായ ബജി അവിടെ തട്ടിപ്പൊളിയാണ്. അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കായ ബജി ചമ്മന്തിയും കൂട്ടി വെട്ടി അടിക്കും ഞാൻ ചോദിച്ചായിരുന്നു. പിന്നെ ഇവിടെ രാത്രി വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫുഡ് വേണ്ട. കാരണം അത്രക്ക് നമ്മുടെ വയറൊക്കെ വീർക്കും. ഈ സോഡാപ്പൊടി മറ്റും നല്ലതും എല്ലാതും തന്നെ വറുത്തോരിയതും ഇതൊക്കെയാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. അങ്ങനെ അപ്പം കടി ഒട്ടും കഴിക്കാൻ പാടില്ല ഈ ഒരു സംഭവത്തിന്. പുറത്തുനിന്ന് ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. അങ്ങനെ മരുന്ന് തന്നതിൻ്റെ പിറ്റേ ദിവസമായിട്ട് എനിക്ക് വയറുവേദന മാറുന്നില്ല. അങ്ങനെ വീണ്ടും പോയി ഡോക്ടറെ അടുത്ത്. വീണ്ടും പോയി കഴിഞ്ഞ് കടയിൽ നിന്ന് നേരത്തെ കടയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് വലിയ പ്രശ്നം. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ടെൻഷൻ എനിക്ക് തുടങ്ങി. ഞാൻ അന്ന് ലാഘവത്തോടെ കണ്ട കാര്യം പിന്നെ എനിക്ക് ഈ വേദന മാറാണ്ടായി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സാകെ മടുത്തു. പിന്നെ അമ്മയ്ക്ക് ടെൻഷനായി ഭയങ്കരമായിട്ട്. അപ്പോൾ അമൃതയെ കൊണ്ടേ കാണിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും എനിക്ക് അമൃത വരെ പോകാനായിട്ടുള്ളൊരു മടി കൊണ്ട് ഇങ്ങനെ ഇത് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ വേദനയുടെ ഒരു ഗുളിക തരാം,
ഇതിൻ്റെ ഉള്ളിൽ, നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ എന്തുട്ടാണ് തൊലി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും എരിവ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് പുറത്തു വരണം. നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഭക്ഷണം പച്ചക്കറി ആയാലും അതിലൊരു ഇത്തിരി എരിവ് ഇടുമല്ലോ. അപ്പോൾ ആ എരിവ് കഴിക്കുമ്പോൾ നമ്മുടെ ആ ഒരു നീറാണ്. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി മുളക് പൊടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേദന എടുക്കില്ല. അതേപോലെ തന്നെയാണെന്ന് ഡോക്ടർ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അങ്ങനെ വന്ന് കഴിഞ്ഞ് വീണ്ടും ഗുളിക കഴിച്ചു. പിറ്റേ ദിവസം ആയപ്പോഴേക്കും മാറി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2025-ലാണത്. പിന്നെ എനിക്ക് വലിയ വയറുവേദനകളൊന്നും വരാറില്ല. അന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്തു. അങ്ങനെയൊക്കെ ആയി. 2 മാസം ഉണ്ടായിരുന്നു ആ ഒരു ഫുഡ് കൺട്രോൾ ചെയ്യൽ. വീണ്ടും ഞാൻ ബീഫ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടാണ്. ബീഫ് ഞാനിപ്പോൾ ഒട്ടും കഴിക്കാറില്ല. എനിക്ക് ഇപ്പം താല്പര്യമില്ല കഴിക്കാനായിട്ട്. പിന്നെ എനിക്ക് മന്തി ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് മന്തിയൊക്കെ ഞാൻ പുറത്തുനിന്ന് കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പുറത്തുനിന്ന് കഴിക്കാറുണ്ട്. പിന്നെ എനിക്ക് 2025 ഒരു നവംബറോട് കൂടിയിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തൊണ്ടയിൽ ഇങ്ങനെ ഒരു ഗോളം വന്ന മാതിരി ഒരു അവസ്ഥ. ഭയങ്കര ഒരു ഗോളം പിടിച്ച, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൊങ്ങക്ക് പിടിച്ചിട്ട് ഒരാൾ ചുമരുമ്പോൾ ഇങ്ങനെ നിർത്തുമ്പോൾ നമുക്ക് എന്താണ് അവസ്ഥ, ആ ഒരു അവസ്ഥ എല്ലാ ദിവസവും വരുന്നു കേട്ടോ. പിന്നെ എനിക്ക് വരുന്നത് വയറുവേദന ഇല്ല കേട്ടോ, വയറുവേദന എനിക്കില്ല. പിന്നെ അവസ്ഥ എന്ന് പറയുന്നത് എപ്പോഴും ടോയ്ലറ്റിൽ പോകാനായിട്ട് തോന്നാം. എന്നാൽ പോവേയില്ല, ഇപ്പോഴും ഗ്യാസ് ഉണ്ട്, എന്നാൽ പോവേയില്ല. ആ ഒരു ടെൻഡൻസി നിലനിൽക്കുക. അങ്ങനെ ഒരു ഇതായി കഴിഞ്ഞപ്പോൾ ഞാൻ വല്ല മൈൻഡ് ചെയ്തില്ല കേട്ടോ. വീണ്ടും ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ജയചന്ദ്രൻ ഡോക്ടറെ കണ്ടു. പക്ഷെ എനിക്ക് ആളെ കാണാണ്ട് ഒരു കാര്യം ഉണ്ടായില്ല. എനിക്ക് ഗാസ്ട്രോളജിസ്റ്റിനെ കണ്ടാൽ മതിയായിരുന്നു. ഒരു മണ്ടത്തരം. അപ്പോൾ ആളെന്ത് ചെയ്തു, ഗ്യാസിൻ്റെ ഗുളിക തന്നു. ആൾ പറഞ്ഞു ദഹിക്കാത്തത് കൊണ്ട് ഗ്യാസ് പുറപ്പെടുവിച്ചിട്ട് ഇവിടെ നിൽക്കുകയാണെന്ന് ജയചന്ദ്ര ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മരുന്ന് കഴിച്ചു, മാറിയില്ല. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ എന്ത് ചെയ്തു, തൊണ്ടയിലല്ല നമുക്ക് പ്രശ്നം. അപ്പം എൻ്റെ വിചാരം എന്ന് പറയുന്നത് തൊണ്ടയിൽ എനിക്കൊരു മുഴ ഇരിക്കണം എന്നാണ്. മുഴ ഇങ്ങനെ വലുതാവുന്നുണ്ട്, അതാണെന്നാണ് എൻ്റെ ചിന്താഗതി കേട്ടോ. ഗ്യാസിൻ്റെ ആ കാര്യം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. മുഴയാണെങ്കിൽ ഇറക്കുമ്പോൾ പ്രശ്നം. ഇങ്ങനെ ഒരു മുഴ ഇങ്ങനെ ഇപ്പോൾ എൻ്റെ ഇവിടേക്ക് ഇങ്ങനെ വീർത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യണം. വീർത്തിട്ടില്ല, പക്ഷെ എനിക്ക് ഇവിടേക്ക് ഇങ്ങനെ വീർത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പിള്ളേരെ ഒച്ചെടുത്തിട്ട് ഇങ്ങനെ സംസാരിക്കും. ആ ഒച്ചെടുപ്പിൻ്റെ വായക്ക് സുചേട്ടൻ പറഞ്ഞ കുറച്ച് നേരം വായടച്ചിരുന്നാൽ അപ്പോൾ തന്നെ ഇത് മാറുമെന്ന് പറയൂട്ടെ. അങ്ങനെ പല പ്രഡിക്ഷൻസ് പലയിടത്തുനിന്ന് പറഞ്ഞു. അങ്ങനെ മോഡേണിൽ ENT-നെ കാണിച്ചു. അവിടെ നിന്ന് ആൾ പറഞ്ഞു, ഞാൻ പഠിച്ചത് വെച്ചിട്ട് എനിക്ക് അവിടെ മുഴയോ കാര്യങ്ങളോ പിന്നെ ടോൺസിലസ് ആ സംഭവങ്ങളോ ഇല്ല. പിന്നെ എന്താണെന്ന് അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ CSEB പഠിക്കുന്നുണ്ട്, കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പഠിക്കുന്നുണ്ട്. അപ്പം ഞാനത് ഉറക്കെ വായിച്ചിട്ടാണ് പഠിക്കുന്നത്. സത്യമാണെങ്കിൽ ഞാനിങ്ങനെ ഉറക്കെ വായിച്ചിട്ടാണ്. അപ്പം അതുകൊണ്ട് വായക്ക് സ്ട്രെയിൻ ആയതുകൊണ്ടായിരിക്കും ഇവിടെ വേദന വരുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ എന്നിട്ട് പറയാണ്ടിരിക്കാൻ വയ്യ, ഡോക്ടർ എനിക്ക് തന്നത് വൈറ്റമിൻ ഗുളിക, പിന്നെ വൈറ്റമിൻ E, വൈറ്റമിൻ D, പിന്നെ ഒരു ഗാസ്ട്രോ. സത്യം പറയാലോ ഭയങ്കര ഒരു വിഷമമായിപ്പോയി. കാരണം 1700 രൂപയോ എത്രയെങ്ങാണ്ടും ആയിരുന്നു ഫീസ്. വേറെ 250 രൂപ ഫീസ് വേറെ എത്രയോ. അന്ന് എനിക്കത് മുഴുവൻ മേടിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ കുറവ് വേണ്ടാന്ന് വെച്ചിട്ട് അത് മേടിച്ചു. പക്ഷെ അതൊക്കെ ഭയങ്കര കത്തിയാണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എൻ്റെ മോനെ അവിടെയാണ് കാണിക്കുന്ന, മോഡേണിലാണ്, അജിത്ത് ഡോക്ടറാണ് കാണിക്കുന്നത്. പക്ഷെ അവന് മാറാറുണ്ട് കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര അക്രമമായിപ്പോയി. ഇത്രയും രൂപയുടെ മരുന്ന്. ബുദ്ധിയില്ലാത്ത ഞാനത് ഫുള്ള് വാങ്ങിക്കാണ്ടിരുന്നാൽ മതി. ഗ്യാസിൻ്റെ ഞാൻ പറഞ്ഞില്ല, 400 രൂപയെങ്കിലും ഉണ്ടാവും ഒരു സംഭവത്തിന്. അതിൻ്റെ 2-3 കുപ്പി ഇവിടെ ഉണ്ട്. എന്നാൽ എന്തെനിക്ക് അറിയില്ല, ഇതിലുണ്ടെന്നുള്ള കാര്യം അറിയില്ല. അങ്ങനെ ഞാൻ വളരെ വിഷമത്തോടു കൂടിയാണെങ്കിലും അതവിടെ കാശ് കൊടുത്തിട്ട് ഞാൻ മരുന്ന് മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മരുന്ന് കഴിച്ചിട്ട് എനിക്ക് മാറിയില്ല ഗൈസ്. ആ ഗോളം എന്നെ വിട്ടുപോണില്ല. അങ്ങനെ എന്ത് ചെയ്തു, വീണ്ടും അപ്പം എൻ്റെ ചിത്തനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ENT-നൊന്ന് കാണിച്ചു നോക്കി. ഞാൻ പറഞ്ഞു ENT-നെ ഞാൻ കാണിച്ചു, മോഡേണിൽ ENT-നെ കാണിച്ചു, മാറിയില്ല. ഇല്ല, നമുക്ക് പ്രകാശൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡോക്ടറെ കാണിക്കാം. ENT ആൾഡേറിയണെന്ന് പറയുകയാണെങ്കിൽ സ്കാനറൊക്കെ ഉണ്ട്, സ്കാൻ ചെയ്യണ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം കൈയോട് കൂടിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മുഴയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാമെന്ന് കരുതിക്കൊണ്ട് പ്രകാശൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് നമ്മുടെ അങ്ങനെ പിടിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എന്ത് ചെയ്തു, അവിടെയും ടോട്ടൽ നമുക്കൊരു 1500 രൂപ ആയിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഭയങ്കര കാശാണ് ഇങ്ങനെ ചെയ്യുന്നത്. 800 രൂപയാണ് നമ്മുടെ ആ ഒരു സ്കാനിങ്ങിന് ചെയ്യുന്നത്.
അപ്പം നമ്മുടെ ഒരു ടെൻഷനിൽ നമ്മൾ ഈ കാശിൻ്റെ കാര്യം ഒന്നും ആലോചിക്കണില്ല, എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറി കിട്ടിയാൽ മതി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ മുഴ പോലെ വന്നിട്ട് എനിക്ക് ഉറക്കം കിട്ടാണ്ട് വെളുപ്പിന് 4 മണിക്ക് എണീറ്റിട്ട് നമ്മുടെ കൃഷ്ണൻ്റെ ഇവിടെ ഞാൻ വിളക്കത്തിക്കണ ഒരു കൃഷ്ണ ഭഗവാനുണ്ട് ചെറുത്, അതിൽ വന്നിട്ട് ഞാൻ കരയേണ്ട മക്കളെ ആലോചിച്ചിട്ട് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. ഞാനങ്ങനെ ചത്തുപോകും, എനിക്ക് ഭയങ്കര ഓവർ പ്രഡിക്ഷൻ കൂടുതലാണ്. ഞാനങ്ങനെ ചത്തുപോയ എൻ്റെ മക്കൾ എന്ത് ചെയ്യും? എനിക്ക് പിള്ളേരുടെ മുഖം ആലോചിച്ചിട്ട് പിന്നെ പിള്ളേരെ കെട്ടിപ്പിടിച്ച് കരയുന്നു. പിന്നെ സൂചേട്ടനോട് ഇത് എനിക്ക് പറയാൻ പറ്റുന്നില്ല. സൂചേട്ടൻ പറയാമെന്ന് എൻ്റെ തോന്നലാണെന്ന് പറയും. അപ്പോൾ എന്നിട്ടാണ് അങ്ങനെ പറയാം. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, വേണമെങ്കിൽ ചീത്ത പറഞ്ഞാലോ എന്ന് വെച്ചിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ കൊണ്ടുപോകാത്ത ഡോക്ടർമാരില്ല, ഇവരൊക്കെ കൊണ്ടുപോയിട്ട് എനിക്കിത് മാറുന്നില്ല, ആർക്കും ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റണമില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഈ ഡോക്ടർ നമ്മൾ ആദ്യം തന്നെ അവിടുത്തെ സിസ്റ്റർമാർ ആദ്യം തന്നെ ഒരു സ്പ്രേ അടിക്കും, നശിച്ച സ്പ്രേ. അത് ഇറക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് കഴിക്കും. പിന്നെ തൊണ്ടയിൽ നിന്ന് ഇറക്കാൻ നമ്മൾ ഉമിനീര് ഇറക്കുമ്പോൾ ഒരു വൃത്തികെട്ട ഒരു അവസ്ഥയായിരിക്കും. അതിനുശേഷം ഇത് ഇത്രയും കോളുള്ളത് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഇല്ലേ, അതേ കൂട്ടത്ത് അതിൻ്റെ അറ്റത്ത് ക്യാമറ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു നാവ് നീട്ട്, അതിൻ്റെ ഉള്ളിൽ ഞാൻ വെക്കി ഇറക്കണമൊന്നുമില്ല, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ എന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ന് പറയുമ്പോൾ അവിടെ സ്ക്രീനിൽ ഇതിങ്ങനെ തുറക്കുമെന്നാണ് ചിറ്റ പറഞ്ഞത്. ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും ആ ഡോക്ടർക്ക്. അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇത് ഇങ്ങനെ ഇതാക്കിയതോടെ എനിക്ക് വോമിറ്റിംഗ് ഉള്ള ടെൻഡൻസി വന്നു. ഞാൻ പോയിട്ട് ഇങ്ങനെ വെറുതെ തുപ്പലിങ്ങനെ തുപ്പി വീണ്ടും ഡോക്ടറെ അടുത്ത് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, തൊണ്ടയിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല, ഇത് നിങ്ങൾ പറഞ്ഞ പോലെ ഗ്യാസിൻ്റെ ആവാനാണ് ചാൻസ്. ഞാൻ അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഗ്യാസിൻ്റെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഗ്യാസിൻ്റെ ഒരു മരുന്നാണ് ഡോക്ടർ വിട്ടു. ഈ ഗ്യാസിൻ്റെ മരുന്നിനുണ്ട് 200 രൂപ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തൊണ്ടയിൽ ഒരു പ്രശ്നമില്ല എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ 2 ദിവസം എനിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ 3-ാമത്തെ ദിവസം എനിക്ക് വീണ്ടും ഇതേപോലെ തൊണ്ടയിൽ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇനി ഇത് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല, നമുക്ക് അമൃതയിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് ഈ ത്യാഗരാജനൊന്നും കൂടെ കാണിക്കാം. അങ്ങനെ അതെൻ്റെ ഒരു നല്ല ബുദ്ധിയിൽ ത്യാഗരാജനെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒറ്റക്കാണ് കേട്ടോ പോയത്. സുചേട്ടനെ വിളിച്ചില്ല. ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലേ ഗ്യാസിൻ്റെ അല്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയി ഡോക്ടറെ കണ്ടപ്പോൾ പഴയ ചീട്ട് തന്നെയാണ് കൊടുത്തത്. അപ്പോൾ ഇത്രയും മരുന്നുകൾ കഴിച്ചിട്ട് കുട്ടിക്ക് മാറുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിവിടെ ഒരു ഗോളം പോലെയാണെന്നൊക്കെ പറഞ്ഞ് ഒരു 5 സെക്കൻഡ് കൊണ്ട് ഡോക്ടർ പറഞ്ഞു നാളെ 8:00 വായോ, നമുക്ക് കോലിറക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സത്യമായിട്ടും ഞെട്ടി ഗൈസ്. അങ്ങനെയാണ് ഡോക്ടർ ഒരു തമിഴാണ്, പക്ഷേ അടിപൊളി ഡോക്ടറാണ്, തമാശയാണ് കേട്ടോ ആൾ. അങ്ങനെ എന്ത് ചെയ്തു, കുഴലിറക്കാന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് എൻഡോസ്കോപ്പി. അങ്ങനെ ഞാൻ എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് ഡോക്ടർ എന്നെ സജസ്റ്റ് ചെയ്തു. അപ്പം തുടങ്ങിയിട്ടുള്ള ടെൻഷനാണ് എനിക്ക്. വീഡിയോ ഞാൻ എങ്ങനെ എത്തിക്കും, എനിക്ക് ടെൻഷനായിട്ട് പാടില്ല. എൻഡോസ്കോപ്പി എങ്ങാനും ചെയ്തിട്ട് വലിയ നമുക്ക് ഇഷ്ടപ്പെടാം ആ ഒരു രോഗം എങ്ങാനും ആണെന്നെങ്ങാനും പറഞ്ഞ് എനിക്ക് അങ്ങനത്തെ ഓവർ തിങ്കിങ് ആണ്. ഞാൻ പലതും കേട്ടിട്ടുണ്ട് ഇതേപോലെ എൻഡോസ്കോപ്പി ചെയ്തിട്ടാണ് ഇത് മനസ്സിലാക്കുന്നത്, സത്യം പറഞ്ഞാൽ ക്യാൻസർ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണോ അതെങ്ങാനും എനിക്ക് ഉണ്ടാവുമോ, അങ്ങനത്തെ ഒരു നശിച്ച ചിന്താഗതിയാണ്. ഞാനിങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ഞാൻ അവസാനം ഇല്ലാണ്ടാവും. അമ്മാതിരിയാണ് എൻ്റെ ചിന്താഗതി കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നോട് പറയുന്നത് ഇങ്ങനെ ചിന്തിക്കല്ലേ മനസ്സാകെ വിഷമിക്കുക. എന്നാലും എൻ്റെ മനസ്സിൽ അങ്ങനെ പോകും. പക്ഷേ ഞാനന്ന് വൈകുന്നേരം സിനിമ കണ്ടു ഗൈസ്, പാട്രിയറ്റ് സിനിമ കണ്ടു. വലിയൊരു ഗുണമില്ലാത്ത സിനിമയാണ്, ഭയങ്കര ലാഗാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്കൊരു മനസ്സമാധാനമില്ല, നാളെ എനിക്ക് എൻഡോസ്കോപ്പി ചെയ്യണ്ടേ. എൻഡോസ്കോപ്പിനെ പറ്റി യൂട്യൂബിൽ നോക്കാനേ പറ്റില്ല, നമ്മൾ ചത്തുപോകുക. യൂട്യൂബിൽ ഒരു കാര്യം നമ്മൾ നോക്കരുത് കേട്ടോ. നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റില്ല, അത്രയ്ക്ക് നമ്മൾ ഭയങ്കരമായിട്ട് അത് വിഷമിപ്പിക്കും, ഷോക്ക് ചെയ്യിപ്പിക്കും. അങ്ങനെ പിറ്റേ ദിവസം 8:30 ഞായറാഴ്ചയാണ്, മെഡിക്കെയറിലാണ് ത്യാഗരാജൻ ഡോക്ടർ ഇരിക്കുന്നത്. അപ്പോൾ 8:30 ചെല്ലാൻ പറഞ്ഞു. പക്ഷേ എനിക്കൊരു മണ്ടത്തരം പറ്റി, കുറച്ച് നേരത്തെ ചെന്നിരുന്നെങ്കിൽ കുറച്ച് നേരത്തെ ഉള്ളൊരു ടൈം കിട്ടിയേനെ. ഇത് 21-ാമത്തെയാണ് എൻ്റെ നമ്പർ. ആൾക്കാർ വെളുപ്പിനുണ്ടെങ്കിൽ അവിടെ വന്നിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ല ഒരു 10-60 ആൾക്കാർ പല ടൈപ്പായിട്ട് വരുന്നു. എൻഡോസ്കോപ്പി ചെയ്യാനാണ്. എൻഡോസ്കോപ്പിയുടെ ആ ഒരു ഭാഗത്തുള്ളതാണ്. ഒരു 10-60 ആൾക്കാർ കൂടിയാലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ ചോദിക്കേണ്ടത് എന്താണ്. ഒരു ചേച്ചിക്കാണെങ്കിൽ വൈകുന്നേരം എക്കിള് വരുന്നു, ഭയങ്കരമായിട്ട് എക്കിള് വരുന്നു, കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. വേറൊരു കുട്ടിക്കാണെങ്കിൽ ഭയങ്കര വയറുവേദന. എൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ ഭയങ്കര വയറുവേദന. ശരിക്കും നമ്മുടെ ബ്രസ്റ്റിൻ്റെയും നമ്മുടെ വയറിൻ്റെയും നടുക്കൊരു ആ ഒരു ഇടുക്കില്ലേ, ആ ഒരു ഇടുക്കിലാണ് ശരിക്കും നമുക്ക് വയറുവേദന വരുന്നത് കേട്ടോ. ഒരു നശിച്ച വയറുവേദനയാണ്. അപ്പോൾ അത് തന്നെയാണ് ആ കുട്ടിക്കും. പല വയസ്സന്മാരുണ്ട്, പിന്നെ അതേപോലെ തന്നെ വയസ്സായവരുണ്ട്, പിന്നെ കുറച്ച് മീഡിയമുള്ള വളരെ ചെറുപ്പമുള്ളത്, എന്നേക്കാളും പ്രായം കുറഞ്ഞ ശരിക്കും ഒരു 10, 12, 13 വയസ്സുള്ള പെൺകുട്ടികളുണ്ട്. കൂടുതലും സ്ത്രീകളാണ് കേട്ടോ ഈ ഒരു ഇതിന് വരുന്നത്. ചിലവർക്ക് കൊളനോസ്കോപ്പി ഉണ്ട്. കൊളനോസ്കോപ്പി എന്ന് പറയുന്നത് എൻഡോസ്കോപ്പി നമ്മുടെ വായിൽ കൂടെ കുഴലിടണത്.
കൊളനോസ്കോപ്പി നമ്മുടെ മലദ്വാരത്തിൽ കൂടെ കുഴലിടണത്. എൻ്റെ ദൈവമേ, മലദ്വാരത്തിൽ കൂടെ കുഴലിടുന്നവരോട് വയറ് കഴുകിയിട്ട് വരാൻ പറഞ്ഞു, വല്ല മോഷൻ എങ്ങാനും പോയല്ലാന്ന് വെച്ചിട്ട് ഞാൻ ആലോചിക്കേണ്ട ദൈവമേ ഇതൊക്കെ എങ്ങനെ സഹിക്കും. അങ്ങനെ ആദ്യത്തെ ഒരാളെ വിളിച്ചു കേട്ടോ, 1ാമത്തെ ആളെ വിളിച്ചു. ഞാൻ 21ാമതാണ്, എനിക്ക് ഇനി നേരമുണ്ട്. ആദ്യത്തെ ഒരാളെ വിളിച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് ഡോക്ടർ അത് ചെയ്യും. 5 മിനിറ്റ് എടുത്തുള്ളൂ, കൂടിപ്പോൾ ഒരു 5-6 മിനിറ്റ്. എന്നിട്ട് പോയ ചേച്ചി, ഒരു 19 വയസ്സുണ്ട് ആ ചേച്ചിക്ക്. ആ ചേച്ചി വന്നിട്ട് നമ്മുടെ അവിടെ തന്നെയാണ്. അതെനിക്ക് വളരെ മോശമായിട്ട് തോന്നി. കാരണം നമ്മൾ ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഈ ഒരു വാഷ് ബേസിനും പൈപ്പ് ഉള്ളത്. അപ്പം നമ്മൾ കാണുകയാണ് ഇവർ ഓടി വന്നിട്ട് ഛർദ്ദിക്കുന്നത് കാണുകയാണ്. ചിലർക്ക് ഛർദ്ദിക്കാൻ വരും, ചിലർക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്, പറയാൻ പറ്റില്ല. അവരെ നമുക്ക് പറയാനല്ല, അല്ലെങ്കിൽ പക്ഷേ അവിടെ ബാക്കിയുള്ളവർക്ക് ഭയങ്കര ടെൻഷൻ വരാണ് ഇങ്ങനെ ഛർദ്ദിക്കുന്നത്, അവരുടെ കണ്ണിങ്ങനെ തള്ളി കണ്ണീരൊക്കെ വരുന്നത്. ഞാൻ അതോടുകൂടി ശവായി, എനിക്ക് ഒന്നും പറയാനില്ല. അങ്ങനെ എന്ത് ചെയ്തു, 2 പോയി, 3 പോയി, 4 പോയി, 5 പോയി, അവസാനം 20 പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. 21ാമത്തെ ഞാനല്ലേ. അങ്ങനെ ഞാനിങ്ങനെ മനസ്സിൽ തരുന്നു, ഞാൻ എന്തെനിക്ക് ടെൻഷനുള്ള കാര്യം വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിലോട്ട് കിടക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് നമശിവായ എന്നാണ്. കൃഷ്ണ എന്നും വിളിക്കും, പക്ഷെ എനിക്ക് നമശിവായ. സത്യം പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ പോവാണ്, ഒറ്റയ്ക്ക് പോവാണ്, അപ്പോൾ ഒരു പട്ടി ഇങ്ങനെ വരികയാണ്. പട്ടി നമ്മൾ ഉപദ്രവിക്കുമെന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷേ ഞാൻ ഇങ്ങനെ നമശിവ ആ പട്ടിനെ കണ്ടപ്പോൾ ഞാൻ നമശിവ. അതെനിക്കൊരു വല്ലാത്തൊരു ധൈര്യമാണ്. ആ ഒരു നമശിവായ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും സങ്കടം വരും. എനിക്ക് ആ നമശിവായ എന്ന് പറയുമ്പോൾ ഭയങ്കര എവിടെന്നോ ഇല്ലാത്തൊരു എനർജി ഭഗവാൻ എനിക്ക് തരുന്ന പോലെ എനിക്ക് തോന്നും. അപ്പം എനിക്ക് സങ്കടം വരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നമശിവായ 108 പ്രാവശ്യം നമശിവായ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സത്യമായിട്ടും പിള്ളേരെ മാത്രം ഓർമ്മയുള്ളൂ കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ദൈവമേ ഞാൻ തന്നെ വരുത്തി വെച്ച ഓരോരോ മണ്ടത്തരങ്ങളാണ് ഈ പുറത്തുനിന്നും കണ്ടതും കടിച്ചതും ഒക്കെ തിന്ന് ഞാൻ അതിൻ്റെ വയർക്കോളാക്കി. അങ്ങനത്തെ ഒരു ചിന്തയാണ് എനിക്ക് ആ സമയത്ത് വന്നത്. അപ്പം ഞാനിങ്ങനെ ദൈവങ്ങളെ വിളിക്കാത്ത ദൈവങ്ങളില്ല. എന്നിട്ട് മനസ്സിലിങ്ങനെ നമശിവായ. അപ്പുറത്തൊരു മുസ്ലിം ചേച്ചി ഇങ്ങനെ ടൈമർ ഇട്ടിട്ട് അവരുടെ എന്തോ ഒരു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ലാഹില ഇല്ല അങ്ങനെ എന്തോ ഒരു ഇത്. എനിക്കത് മനസ്സിലായി, ലാഹില ഇല്ല അങ്ങനെ എന്തോ ഒരു സംഭവമാണ്, എനിക്കതറിയില്ല കറക്റ്റായിട്ട്. ആ ചേച്ചി അത്, ഞാൻ നമശിവായ, മറ്റവർ വേറെ വിളിക്കുന്നു. അങ്ങനെ ഞാനൊക്കെ ആകെ ഇതായിട്ട്. അപ്പം ഞാൻ അടുത്തത് ഞാനാണ് കേട്ടോ. അപ്പം ഞാൻ എൻഡോസ്കോപ്പിൻ്റെ അനുഭവം ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഞാൻ കയറി കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ നമ്മുടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ ബൈസ്റ്റാൻഡർ വിളിക്കും. ബൈസ്റ്റാൻഡറോടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, സൂചേട്ടനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ട് എന്തെങ്കിലും എനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ സൂചേട്ടൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ സൂചേട്ടൻ എന്നോട് അത് ഫുള്ള് പറയൂല. എനിക്കത് ഭയങ്കര ഷോക്കായിരിക്കും. പിന്നെ ഞാൻ ടെൻഷൻ അടിച്ച് മരിക്കും ഞാൻ. അപ്പം അത് എന്നോട് ഫുള്ള് പറയില്ല. അപ്പം ഇതെനിക്കറിയാം, സൂചേട്ടനോട് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. സൂചേട്ടൻ എന്ത് ചെയ്യും, എന്നെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ അത് കുഴപ്പമൊന്നുമില്ലടി അങ്ങനെ പറയുള്ളൂ. പക്ഷെ എനിക്കത് കേൾക്കണം, എന്നാലല്ലേ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു, സൂചേട്ടനെ വിളിക്കുമ്പോൾ കൂടെ ഞാനും പോവാന്നൊക്കെ വിചാരിക്കണം കേട്ടോ. ഡോക്ടർ പറയുമ്പോൾ അപ്പം തന്നെ നമ്മുടെ ബൈസ്റ്റാൻഡറെ വിളിക്കും. അങ്ങനെ ഞാൻ കയറി എല്ലാ കട്ടിലും ഇരുത്തി, കട്ടിലും എല്ലാം ഇങ്ങനെ നമ്മുടെ പ്രസവിക്കാൻ കിടക്കൂലേ അതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ഒരു സംഭവത്തും ഇങ്ങനെ ഇരുത്തി മരുന്നടിച്ചു. 3 ഇത് അന്ന് നമ്മളെ ഈ എൻഡിൻ്റെ അടുത്ത് പോയപ്പോൾ മരുന്നടിച്ചില്ല, ആ ടേസ്റ്റ് തന്നെ അത് തന്നെയാണ് മരുന്ന്. അപ്പം എന്നോട് പറഞ്ഞ് ഇറക്കിക്കൊള്ളാൻ പറഞ്ഞു. ഇറക്കിയിട്ട് എനിക്ക് ഉമിനീരൊക്കെ ഇറക്കണം അറിയാൻ പറ്റുന്നുണ്ട്. ഒരുമാതിരി കയ്പ്പാണ് ആ ഒരു അവസ്ഥ കേട്ടോ. പിന്നെ എനിക്ക് നമശിവായ എന്നും പറയുന്നില്ല ഞാൻ, എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരൊറ്റ ഒരു കുഴൽ കൊണ്ടാണ് ഈ കണ്ട എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ കഴിയുമ്പോൾ ഒരു ലായനിയിൽ മുക്കിയിട്ട് അത് വൃത്തിയാക്കിയിട്ടാണ് അടുത്ത. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ കുഴൽ കണ്ട അപ്പട്ടേ നമ്മൾ അതോടുകൂടി അവസാനിച്ച് ഈ കുഴൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനതൊരു കറുത്ത നമ്മുടെ മീനോ മിണ്ടാണ്ടിരിക്കൂ, നമുക്കൊരു തത്തയുണ്ട് കേട്ടോ, അവളാണ് ഈ കിടന്ന് ഒച്ചെടുക്കുന്നത്. അതൊക്കെ എന്നെ ഇഷ്ടമില്ല, സൂചിയുടെ മാത്രം ഇഷ്ടമുള്ളൂ. എന്നെ കൊണ്ട കുത്താൻ വരും. മീനു മിണ്ടാണ്ടിരിക്കൂ, ഞാൻ വീഡിയോ എടുക്കുകയാണ്, ഞാൻ കാണിച്ചു തരാട്ടെ. തത്തൂന്ന് മീനൊന്ന് ഇന്നലെ പേരിട്ടുള്ളൂ. ഞാനാണ് മീനൊന്ന് പേരിട്ടത്. അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ കിടത്തി, ഇങ്ങനെ ചരിഞ്ഞ് കിടത്തി. അപ്പം നമുക്കൊരു സപ്പോർട്ടും ഇല്ല പിടിക്കാൻ, ഒന്നുമില്ല പിടിക്കാൻ. അപ്പം എൻ്റെ മനസ്സ് ഫുള്ള് ബ്ലാങ്കാണ്. ഞാൻ ഇനി എന്തിലോട്ടാണ് എൻ്റെ ജീവിതം മാറാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഈ ഒരു നിമിഷം കഴിഞ്ഞ് ഡോക്ടർ ഇത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ് ഇനി എന്താണ് എൻ്റെ എന്താണ് ഇനി എൻ്റെ ഒരു ജീവിതം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത്. ജീവിതം നിലച്ചു പോവാൻ തോന്നുന്നു, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു എനിക്ക്. അമ്മന കൂടുതൽ എൻ്റെ അച്ഛൻ എനിക്ക് ഭയങ്കരമായിട്ട് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ചിട്ടാ. എനിക്കിങ്ങനെ വരുമ്പോൾ അച്ഛനെ കാണാനാണ് തോന്നുന്നത്. അപ്പോൾ എനിക്ക് പിള്ളേരുടെ മുഖമല്ല വന്നു, അച്ഛൻ്റെ മുഖം വന്നു. അങ്ങനെ എന്ത് ചെയ്തു, കിടന്നു കഴിഞ്ഞിട്ട് നമ്മുടെ വായ തുറക്കാൻ പറഞ്ഞു. വായയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു കുനിയിൽ പോലത്തെ ഒരു സാധനം ഇങ്ങനെ ആക്കും.
നമ്മുടെ വായിൽ വെക്കും, അതായത് അങ്ങോട്ട് ഇങ്ങോട്ട് പോവാണ്ടിരിക്കാൻ ഈ കുഴൽ, അങ്ങനെ വാ തുറക്കാൻ പറഞ്ഞ്. പിന്നെ എന്ത് ചെയ്ത് ആ സാധനം അറ്റത്തൊരു ലൈറ്റ് പിടിപ്പിച്ചൊരു ഇത്രയുള്ളൊരു ഇത്രയൊന്നല്ല കേട്ടോ, ഇത്രയുള്ളൊരു കുഴലാണ് നമ്മുടെ ഈ ഒരൊറ്റ നമ്മുടെ ഈ ഒരു ചൂണ്ടവിരലില്ല അത്രയും വണ്ണും ഇത്രയും നീളമുള്ളൊരു കുഴൽ. അതാണ് അത്ര അടിക്കില്ല, ഇത്രയും ഇറങ്ങണ്ടേ, കുറച്ചും കൂടി ഉണ്ടാകും. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഉള്ളിലോട്ട് ഇങ്ങോട്ട് ഇറക്കി ഇവിടെ അങ്ങോട്ട് ഇറക്കണ. അപ്പം എനിക്ക് പിന്നെ എന്തിനാണ് ഞാൻ മരിക്കുകയാണ്, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ഉമിനീര് നമ്മുടെ ഒരു ചെറിയൊരു മുള്ളു കൊണ്ടാൽ പോലും നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം ആ ഒരു സംഭവം ഇത്രയും മണ്ണുള്ളൊരു സാധനം നമ്മുടെ തൊണ്ടയിൽ കൂടെ ഇറക്കുമ്പോൾ ഉള്ളൊരു അവസ്ഥ. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്തു കേട്ടോ. ഞാൻ അങ്ങനെ അല്ല, സത്യം പറഞ്ഞിട്ട് ഞാൻ അലറി വിളിക്കുന്ന ടൈപ്പാണ്. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്തു. ഡോക്ടർ ഗുഡ് ഗേൾ എന്ന് പറഞ്ഞു തന്നെ. കാരണം എന്താ വെച്ചാൽ ഇതിന് മുന്നുള്ള ചേച്ചിമാരൊക്കെ ആകെ നശിപ്പിച്ചു, ഡോക്ടറെ ഇത് ചീത്ത കൊണ്ടിട്ടാണ് പോയത്. പക്ഷെ ഞാൻ വിറക്കുകയോ ഒന്നും ചെയ്തില്ല, ഡോക്ടറെ സപ്പോർട്ട് ചെയ്തു. 5 മിനിറ്റ് വേണ്ടി വന്നില്ല കേട്ടോ എൻ്റെ ഫുള്ള്. അപ്പം എൻ്റെ അനുഭവം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കും നമ്മൾ കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു മുന്നീര് ഇറക്കണ പോലെ ഇറക്കിക്കോന്ന് പറഞ്ഞു. മുന്നീര് ഇറക്കുമ്പോൾ എന്തിനാണ് ഓട്ടോമാറ്റിക് നമുക്കിവിടെ ഒരു തടസ്സം അനുഭവപ്പെടും. ഒരു സെക്കൻഡ് കഴിഞ്ഞോടുകൂടി പിന്നെ ഞാൻ ഇത്തിരി ശ്വാസം വലിക്കാനൊക്കെ തുടങ്ങി. പിന്നെ നമ്മുടെ ഉള്ളിലോട്ട് പോയല്ലേ, ആ വയറിലോട്ട് ആ കുഴൽ പോകുന്നത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് വയറിൽ വേദന അനുഭവപ്പെടും കേട്ടോ, ഇങ്ങനെ കുഴൽ കൊണ്ട് കുത്തുമ്പം. അതായത് ഡോക്ടർ ഓരോ സൈഡും ഫോട്ടോ എടുക്കുമ്പോൾ ഇതിങ്ങനെ ഇട്ടൊന്ന് പ്രസ് ചെയ്യും. അപ്പം പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അനുഭവപ്പെടും. അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു വേദനയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ വയറിങ്ങനെ പൊട്ടാൻ പോണ പോലെ തോന്നും. അങ്ങനെയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഡോക്ടർ എന്തോ ഇംഗ്ലീഷിൽ അവിടെ എന്തോ പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സംഭവങ്ങളൊക്കെ ഡോക്ടർ ഇങ്ങനെ പരിശോധിക്കും. അങ്ങനെയൊക്കെ അപ്പം എന്നോട് ഗുഡ് ഗേൾ എന്ന് പറയും. അങ്ങനെയൊക്കെ കഴിഞ്ഞു. അപ്പം തന്നെ ഒരു 5 മിനിറ്റ് തികയുന്നതിന് മുന്നേ ഇതിങ്ങനെ ഇറക്കി കഴിഞ്ഞിട്ടാണ് ഏറ്റവും വലിയ അസ്വസ്ഥത എനിക്ക്. ഇങ്ങനെ ഇറക്കി പകുതി ആയപ്പോൾ തന്നെ ഉണ്ടല്ലോ, എൻ്റെ ആ ഗോളമുള്ള സംഭവമില്ലേ, ആ ഗോളത്തിൻ്റെ ഉള്ളിൽ അതൊരു ഗ്യാസായിട്ട് പുറത്തേക്ക് ഇങ്ങനെ വന്നു എന്നുള്ളതാണ്. അപ്പം എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടി. കുഴൽ മുഴുവനായിട്ട് ഇറക്കി കഴിഞ്ഞപ്പോൾ ആ ഒരു നമുക്കൊരു ഇത് തരുമല്ലോ, ഇത് സെഡേഷൻ തരുമല്ലോ, ഇത് മരവിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെയും എല്ലാം കൂടി ആയിട്ട് എന്ത് ചെയ്തു, ഛർദ്ദിക്കാൻ വന്നിട്ട് പാടില്ല. ഞാൻ അങ്ങനെ ഛർദ്ദിക്കല്ല, നമ്മുടെ ഉമിനീരാണ് തുപ്പി കളഞ്ഞത്. എന്നാലും ഭയങ്കര ഛർദ്ദിയൊന്നുമില്ല. എന്നാലും ഇങ്ങനെ ഇറക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 5 മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ വായ കഴുകുന്ന സമയത്താണ് എൻ്റെ വൈസ് ചാൻസലർ, എൻ്റെ കെട്ടിയവനെ ഡോക്ടർ വിളിക്കുന്നത്. അപ്പം തന്നെ ഞാൻ പുറകിൽ കൂടെ പോയി ഗൈസ്, എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ ദൈവം സഹായിച്ച് എനിക്കൊരു പ്രശ്നങ്ങളുമില്ല. അൾസറിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, അൾസറിൻ്റെ തുടക്കമാണ്. അപ്പോൾ ഈ അൾസർ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ബാക്ടീരിയയുടെ പേരൊക്കെ ആ സ്കാനിങ് റിപ്പോർട്ടിലുണ്ട് ഗൈസ്. എന്തോ ഒരു ബാക്ടീരിയ നമ്മുടെ വയറ്റിലുണ്ട്. അപ്പോൾ അതിനെ നശിപ്പിച്ച് കളയണം. പിന്നെ ഇത് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് മനസ്സിലായെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറിൻ്റെ ആമാശയത്ത് ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണല്ലോ ഇരിക്കുന്നത് കുഞ്ഞു സാധനം. ആ ആമാശയത്തിൻ്റെ അടിയിൽ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നമ്മുടെ എന്ത് ഭക്ഷണ സാധനങ്ങളും വന്നാലും അത് ദ്രവിച്ചു പോകും. പക്ഷെ അത് ആമാശയത്തിന് ബുദ്ധിമുട്ടുണ്ടാവാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡും ഈ ആമാശയത്തിൻ്റെ ഇടയിൽ വേറൊരു നല്ലൊരു അടിപൊളി ഒരു ലെയർ ഉണ്ട്. ഞാൻ പറയണത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവില്ല, ഇത് അത് തന്നെയാണ്. പക്ഷേ എന്തെങ്കിലും പറയുന്ന അടിപൊളി ലെയർ എന്ന് പറയണല്ല, ഒരു ലെയർ ഉണ്ട്. ആ ലെയറാണ് ഈ ആമാശയം ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് തമ്മിൽ വേർതിരിച്ചെടുത്തത്. അതുകൊണ്ടാണ് ആമാശയത്തിന് പ്രശ്നങ്ങളൊന്നും പറ്റാത്തത്. അപ്പം നമ്മൾ കഴിക്കുന്ന ഈ ഫുഡ് ദഹിപ്പിക്കാനായിട്ട് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇതിലേക്ക് വന്നിട്ട് അതാണ് ദഹിപ്പിക്കുന്നത്. അപ്പം ഞാൻ ഈ കണ്ടതും കടിച്ചതും പുറത്തുനിന്നും കാര്യങ്ങളൊക്കെ തിന്നുമ്പോൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരുപാട് ഉൽപ്പാദിപ്പിക്കേണ്ടി വരുന്നു. ഈ ആസിഡ് കുറേ ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് ഇത് കുറച്ച് ഭാഗം ഗ്യാസായിട്ട് വന്ന് നമ്മുടെ തൊണ്ടയിൽ നിൽക്കുന്നത്. മനസ്സിലായില്ലേ, ഇങ്ങനെ ഗോളം പോലെ തൊണ്ടയിൽ നിൽക്കുന്നത്. പിന്നെ ഈ പുറത്തുനിന്നുള്ള സംഭവം, ഈ അജിനോമോട്ടോ, വറുത്തെണ്ണയിൽ തന്നെ വറുത്ത് കോരുന്നത്, ഇതൊക്കെ തിന്നുമ്പോൾ നമ്മുടെ ആമാശയത്തിൻ്റെ ആ ഒരു സംഭവമില്ല, ആവരണം, അതൊക്കെ എന്തോ ഒരു കോട്ടം പറ്റും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എനിക്ക് വയറുവേദന വരുന്നത്, ഇവിടെ അങ്ങനെ ഗോളം വരുന്നത്. കറക്റ്റ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പം അതാണ് സംഭവം. അപ്പോൾ ഇത് കഴിക്കണം, ശ്രദ്ധിക്കണം, ഫുഡ് ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, ഈ ഒരു ബാക്ടീരിയനെ നശിപ്പിച്ച് കളയണം. അതിനുവേണ്ടി 10 ദിവസത്തെ ഗുളിക. അപ്പോൾ സുചേട്ടൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു, വേറെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഇതാണ് അൾസറാണ് ആൾക്ക്, തുടക്കം എന്നല്ല, അൾസറാണ് ആൾക്ക്. അപ്പം അത് അന്ന് കാണിച്ചപ്പോൾ അതിൻ്റെ തുടക്കമായിരുന്നു, ഇന്ന് അൾസറാണ്. അപ്പോൾ അതിന് 10 ദിവസത്തെ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. ഈ മരുന്ന് ഭയങ്കര ഡോസുള്ള മരുന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരം ചൊറിഞ്ഞു പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ വയറ് നന്നായിട്ട് വേദനിക്കാൻ ചാൻസ് ഉണ്ട്, ലൂസ് മോഷന് ചാൻസ് ഉണ്ട്, ഹോർമോൺ ചേഞ്ചിന് ചാൻസ് ഉണ്ട്, മിക്ക എല്ലാത്തിനും ഇത് ചാൻസ് ഉണ്ട്.
നമ്മുടെ സ്വഭാവമാറ്റത്തിന് വരെ ഈ ഒരു ഗുളികക്ക് ചാൻസ് ഉണ്ട്. കാരണം അത്രക്ക് ഹൈ ഡോസ് ഗുളികയാണ്. അതിൻ്റെ വില 2500 രൂപയാണ് 10 ദിവസത്തെ ഗുളിക. ആ 10 ദിവസത്തെ ഗുളികയിൽ ഗ്യാസിൻ്റെ ഗുളികയുണ്ട്, പിന്നെ 2 ഇത് ആൻറ്റിബയോട്ടിക്കാണ് സംഭവം. രാത്രി 2 എണ്ണം, രാവിലെ 2 എണ്ണം, അങ്ങനെ 2 നേരം ഗ്യാസിൻ്റെ ഗുളികയുണ്ട് ഭക്ഷണത്തിന് മുന്നേ. അതൊരിക്കലും മുടക്കരുത്, അത് കഴിക്കണം. ഈ വില കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് എന്തോരം ഡോസുള്ള സംഭവമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇതാണ് അങ്ങനെ ഗുളിക തന്ന് വിട്ടു. ഇതാണ് എൻഡോസ്കോപ്പി, എൻ്റെ അനുഭവം എന്ന് പറയുന്നത്. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് ഇനി ഇത് കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ദൈവത്തെ ഓർത്ത് പുറത്തുനിന്ന് തിന്നാം, പക്ഷേ എപ്പോഴും തിന്നരുത്. നമ്മുടെ വീട്ടിൽ വെക്കുന്ന സംഭവങ്ങൾ ആണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ പണി കിട്ടും. പിന്നെ നമ്മൾ ഈ ബ്ലൂബെറി, സ്ട്രോബെറി, യോഗട്ട്, പിന്നെ എന്തുട്ടാണ് അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഭയങ്കര വില ആയതുകൊണ്ട് നമ്മൾ മേടിക്കാറില്ല. നമ്മുടെ എന്തുട്ടാണ് കിവി, ബെറി ഐറ്റംസ് ഒന്നും നമ്മൾ മേടിക്കാറില്ല, അതിന് ഭയങ്കര ആളെക്കൊല്ലണ വിലയാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലത്, അത് എത്ര വിലയായാലും നമ്മൾ വാങ്ങിച്ച് കഴിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാനിപ്പോൾ ഈ ഒരു എൻഡോസ്കോപ്പി ചെയ്തിട്ട് എല്ലാം കൂടെ എനിക്ക് ഏകദേശം ഒരു 6000 രൂപയോളം വന്നു. ഇതിൻ്റെ ഒരു അംശം പോലും ഈ സാധനങ്ങളൊക്കെ മേടിച്ചിരുന്നത്. അതൊക്കെ നമ്മുടെ വയറിന് നല്ലതാണ്. സീഡ്സ് വളരെ നല്ലതാണ് കേട്ടോ. ഈ എന്താണ് പംകിൻ സീഡ്, ഫ്ലാക്സ് സീഡ്, പിന്നെ ചിയാ സീഡ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ വയറിന് നല്ലതാണ്. ഈ ചിയാ സീഡും തേനും നാരങ്ങ നീരും കൂടെ കൂട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ടായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആമാശയത്തിൻ്റെ ഇതൊക്കെ എന്തോ മാറും, അതൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കണം. ഇതിനൊക്കെ വില കൂടുതലാണെന്ന് വെച്ചിട്ട് കാര്യമില്ല. ഈ 10000 രൂപയുടെ ആശുപത്രി കളയുന്നത് നല്ലതല്ലേ നമ്മുടെ ശരീരം സൂക്ഷിക്കുന്നത്. ഈ ഒരു ബുദ്ധി എനിക്ക് ഈ ഒരു 30-ാം വയസ്സിലാണ് തോന്നിയിട്ടുള്ളത്. ചെറുപ്പക്കാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം നമ്മൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്കാണ് അതിൻ്റെ ഒരു ഇത്. നമ്മുടെ മക്കളെ കാണാൻ പറ്റില്ല, ഭർത്താവിനെ കാണാൻ പറ്റില്ല, അതേപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളെ കാണാൻ പറ്റില്ല, ആരെയും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളായിട്ട് എന്തിനാണ് ഈ വക ഓരോരോ വരുത്തുന്നത്? അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ കടിയൊക്കെ ഒഴിവാക്കുക, പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക. അപ്പോൾ ഇതിപ്പോൾ എന്നറിയണവർ പറഞ്ഞിട്ട് അതേ ആരാണ് ഈ പറയുന്നത്, ഇപ്പോൾ ഇത്രയും കഴിച്ചിട്ടല്ലേ ഇവർക്ക് ഈ വന്നത്. സത്യമായിട്ട് ഞാൻ തിന്ന് എനിക്ക് വരുത്തിയതാണ് ഗൈസ്. അത് ഞാൻ തുറന്ന് പറയുന്നു. ഓരോരോ അനുഭവങ്ങൾ കൊണ്ടിട്ടാണ് ഓരോരുത്തർ നന്നാവുക. ഇനി ഞാൻ നന്നാവും ഗൈസ്. ഇപ്പോൾ സൂചിച്ചായിട്ട് തന്നെ പറയേണ്ടത്, ദൃശ്യം നീ ഒത്തിരി മീൻ വറുത്തത് തിന്നോ? വേണ്ട, എനിക്ക് മീൻ വറുത്തത് വേണ്ട. പടവലങ്ങ, കുമ്പളങ്ങ, ക്യാരറ്റ്, ബീട്രൂട്ട്, ഇത് ഓരോ ദിവസവും പോലത്തെയാണ് ഞാനിപ്പോൾ തിന്നുന്നത്. ഒരു പച്ചമുളക് ഇട്ടിട്ട് മുളക് പൊടി ഞാൻ തീരെ ഉപേക്ഷിച്ചു. പിന്നെ അപ്പപ്പുള്ള തീറ്റ നിർത്തി. അപ്പപ്പ തിന്നു ഞാൻ, കുറച്ച് തിന്നാൽ മതി, പക്ഷെ അപ്പപ്പ തിന്നും. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വണ്ണം വളരെ കുറവായിരുന്നേ. അപ്പോൾ ഇങ്ങനെ തിന്നു കഴിഞ്ഞാൽ വണ്ണം വെക്കുന്നുള്ളൊരു ചിന്താഗതിയാണ്. അപ്പോൾ ഇങ്ങനെ എപ്പോഴെപ്പോഴും തിന്ന് അതെനിക്കൊരു ശീലമായി. ഇപ്പം എന്തെങ്കിലും വായിട്ട് ഇങ്ങനെ കുറയ്ക്കണം, എന്നാലാണിത്. വറവൊന്നും ഞാൻ തിന്നില്ല, ഐസ്ക്രീം തിന്നില്ല, ഈ ഡയറി മിൽക്ക് തിന്നും. പിന്നെന്താണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ചിക്കൻ വറുത്തതൊക്കെയാണ്. പിന്നെ എന്തിട്ടാണ് ഈ കടികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കാലനായിട്ട് വന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് എൻ്റെ ഒരു എൻഡോസ്കോപ്പിയിലൂടെ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ജാഗ്രത പാലിക്കുക. നമ്മുടെ ശരീരം നമ്മുടെ സ്വത്താണ്. അത് നമ്മൾ വെറുതെ മനഃപൂർവ്വം നശിപ്പിക്കാതിരിക്കുക. കാരണം നമ്മൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മാത്രം പോവുള്ളൂ, നമ്മുടെ പിള്ളേർക്ക് മാത്രം പോവുള്ളൂ. ഒന്നാമത് എൻ്റെ 2 കുഞ്ഞു പിള്ളേരാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അവരാലോചിച്ചിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നത്. ഇനി ഒരിക്കലും ഞാൻ ഈ ഒരു മണ്ടത്തരം ആവർത്തിക്കില്ല. അങ്ങനെ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഇതൊരു ഉപകാരപ്പെടുമെങ്കിൽ പെടുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി വീഡിയോസായിട്ട് ഞാൻ വരും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.